ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള ഒരു പക്കോട റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട എന്തെന്ന് വെച്ചാൽ കടലമാവാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 125 ഗ്രാം അളവിലാണ്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കടലമാവ് ഇങ്ങനെ കട്ടക്കട്ടയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ കട്ടക്കട്ടയായിട്ടുള്ള സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് കടലമാവാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ അതുപോലെ ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അരിപ്പൊടി അതിങ്ങനെ നിറയെ ഞാൻ എടുത്തിട്ടില്ല, ഒരല്പം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടി. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ആ നെയ്യ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ നെയ്യിൻ്റെ അളവ് അല്പം കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ കടലപ്പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ ഈ നെയ്യിൽ കിടന്നിട്ട് മിക്സ് ആകണം. ആ ഒരു രീതി വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇറുക്കി പിടിക്കുമ്പോഴത്തേക്കിങ്ങനെ കട്ടയായിട്ട് വരണം. അതുപോലെ അത്രയും സമയം വരെ ഏകദേശം 1 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഇറുക്കി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവണം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിട്ടുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തതാണ്. ചെറുതായിട്ട് അങ്ങനെ പൊടിയായിട്ട് അരിയണമെന്ന് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതായത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം ഉണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ വെളുത്തുള്ളിയിൽ. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഇനി വേണ്ട എന്തെന്ന് വെച്ചാൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർ ആ മുളക് കൂടി ഞാൻ കഴിച്ചു പോകും. അതിൻ്റെ പേരിലാണ് ഞാൻ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാൻ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കുകയാണ്. ഇനിയിപ്പോൾ മുഴുവൻ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടും ചതച്ച് ചേർത്താലും മതിയാവും. അപ്പോൾ നമുക്കിതിലേക്ക് മസാല ആയിട്ട് അധികം ഒന്നും നമുക്ക് ആവശ്യമില്ല. കൂടെ തന്നെ ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സാധാരണ സാമ്പാർ കായം തന്നെയാണ്. വേറെ ഇതിലേക്ക് ഇനി മസാലകളായിട്ടൊന്നും നമുക്ക് അധികമായിട്ട് ആവശ്യമില്ല. അപ്പോൾ മുളക് പൊടി ഒന്നും ആവശ്യമില്ല, കാരണം നമ്മളിതിലേക്ക് പച്ചമുളകൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഈ പക്കോടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് ഈ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഫസ്റ്റ് വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഒന്നും കുഴച്ചെടുക്കരുത്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതിലിപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത വെള്ളം തന്നെ ധാരാളമാണ്.
അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളൊരു അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാനായിട്ട്. ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അധികം വെള്ളം ഒന്നുമില്ല. അതായത് നമ്മളിങ്ങനെ പുട്ടുപൊടി തയ്യാറാക്കി എടുക്കില്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ റോളായിട്ടൊന്ന് കിട്ടണം. ഇങ്ങനെ വേണം നമ്മൾ എണ്ണയിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിയേ പോകരുത്. വെള്ളം കൂടിപ്പോയാൽ നല്ല സോഫ്റ്റായി പോകും, നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു ക്രിസ്പ്നെസ് കിട്ടുകയേ ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ പ്രത്യേകം നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരല്പം മാവ് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്നൊരല്പം മാവ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. പിന്നെ നേരെ എണ്ണയിലേക്ക് ഇടണം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നേരെ തന്നെ നമുക്ക് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് കുറച്ച് സമാധാനത്തിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് അധികം വെള്ളം ഒന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സാധാരണ ഇതുപോലുള്ള പക്കോടയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് കുറച്ചധികം എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ അപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് വെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ സ്നാക്സും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടപ്പുണ്ടാവും. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതല്ല, വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കളറൊക്കെ ഇങ്ങനെ വരണം എന്ന് ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കളറൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്രയും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇതുപോലെ എന്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം എടുക്കുമ്പോഴത്തേക്കും അതിൽ ആ സ്നാക്സിൽ എന്തെങ്കിലുമൊക്കെ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടാവും, പക്ഷേ നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ആ നല്ല ഒരു ക്രിസ്പ്നെസ് വന്നു തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടായിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിയ ക്രിസ്പി ഇല്ലല്ലോ, അപ്പോൾ ഇനി കുറച്ചും കൂടി സമയം കിടണം അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഫ്ലെയിമൊക്കെ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ കാഷ്യൂ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തയ്യാറാക്കി നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് ഒന്നും മറക്കാതെ അറിയിച്ചേക്കണം. പിന്നെ എന്താണ്, നമ്മുടെ ഷമീസ് കിച്ചൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ഞാൻ വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.